തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ നമുക്കൊപ്പം കോഴിക്കോട്ടെ ആളുകളുണ്ട്. മാനാഞ്ചിറയിൽ നിന്നും മിഠായിത്തെരുവിൽ നിന്നുമൊക്കെ. എങ്ങനെയുണ്ട് വോട്ടിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവേശമൊക്കെ എത്തിയോ? ആവേശമൊന്നും കാണുന്നില്ല. പുറത്തൊന്നുമില്ല, ആയി വരാന്നേ ഉള്ളൂ, ആയി വരുന്നല്ലേ ഉള്ളൂ. എവിടെ വോട്ട്? എവിടാ വോട്ട്? കോഴിക്കോട് മണ്ഡലത്തിൽ തന്നെ, എലത്തൂർ പ്രദേശം. കോർപ്പറേഷൻ തന്നെയാണ്? കോർപ്പറേഷന്റെ അകത്ത് തന്നെ. എങ്ങനെയുണ്ട് കോഴിക്കോട്ടെ ഒരു ആര് ജയിക്കും എന്നാണ് തോന്നുന്നത്? ഇടതുപക്ഷം തന്നെ. അതിന്റെ കാര്യം കുറെ കാലമായിട്ട് അവർ തന്നെ കയ്യിലുള്ളതല്ലേ. പിന്നെ ഭരണത്തെ പറ്റിയിട്ട് അങ്ങനെ കാര്യമായിട്ട് കുറ്റമൊന്നും പറയാനില്ലല്ലോ. മേയർ എനിക്ക് നല്ല അഭിപ്രായമല്ല മേയറെ സംബന്ധിച്ചൊക്കെ ഉള്ളത്. അത് തന്നെയാണ് നമുക്കുള്ള അഭിപ്രായം. വികസനമൊന്നും വലിയ കുഴപ്പമില്ല എന്നാണ്. ഒരു കുഴപ്പമില്ല, കാര്യമായിട്ട് നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, റോഡ് നന്നാക്കുന്നുണ്ടല്ലോ. ഇത് കോർപ്പറേഷൻ പരിധിയിലുള്ള റോഡല്ലേ, പൊളിച്ച് ജനങ്ങൾക്ക് വേണ്ട സൗകര്യമല്ലേ ചെയ്യുന്നത്. കിട്ടുന്ന കാശ് ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം കോഴിക്കോട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തുടരണമെന്നാണ് നമ്മളെ അഭിപ്രായം. ഈ രാഷ്ട്രീയം നോക്കിയാണോ അതോ വ്യക്തികളെ നോക്കിയാണോ? അതൊന്നല്ല, പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞതാ, പ്രത്യേകിച്ച് രാഷ്ട്രീയം നോക്കി പറഞ്ഞല്ല. അല്ല, ഈ വോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വ്യക്തികളെ നോക്കിയാണോ രാഷ്ട്രീയം നോക്കിയാണോ? രാഷ്ട്രീയം നോക്കിയിട്ടാ ചെയ്യുക. അത് വേറെ മാറ്റമൊന്നുമില്ല. അത് മാറ്റമൊന്നുമില്ല. വളരെ മുമ്പേ തുടങ്ങിയതാണ് ഇടതുപക്ഷ ചിന്താഗതി. അതിൽ മാറ്റമൊന്നുമില്ല. മാറേണ്ട ചിന്തിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇത്തവണയും ഇടതുപക്ഷത്തിന്റെ അതെ അതെ. ചേട്ടാ, എവിടെ സ്ഥലം? എവിടെ സ്ഥലം? കാപ്പാട്. ഇലക്ഷന്റെ ആവേശം എങ്ങനെയുണ്ട് കാപ്പാട്? UDF LDF ആണ്. ഇതുവരെ ഭരിച്ചത് പഞ്ചായത്ത് LDF ആണ്. അപ്പൊ ഇത്തവണ എന്ത് സംഭവിക്കും? നല്ല നെക്ക് മത്സരമാണ്. സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിൽ വന്നോ? വന്നോടി. ഒരു കൂട്ടർ ഇന്നലെ വന്നു, പ്രതിപക്ഷത്തിൽ നിന്ന് വന്നു, മറ്റേ വന്നില്ല. എങ്ങനെയാണ് ഈ വ്യക്തികളെ നോക്കിയാണോ അതോ രാഷ്ട്രീയം നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? വ്യക്തികളെ നോക്കിയാണോ രാഷ്ട്രീയം നോക്കിയാണോ ഈ പഞ്ചായത്തിൽ വോട്ട് ചെയ്യുന്നത്? രണ്ടൊരു കുറച്ച് രാഷ്ട്രീയക്കാർ ഒരു വോട്ട് ചെയ്യും, അല്ലാണ്ട് മിഡിൽമാൻമാരുണ്ട്, ഒരു വോട്ട് അങ്ങോട്ട് മാറും, സ്ഥാനാർത്ഥി നോക്കിയിട്ട് ചെയ്യും. അവിടെ അങ്ങനെയാണ്. ഈ രണ്ട് തരത്തിലും അദ്ദേഹം വോട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം ഒരു വേറൊരു ആളുണ്ട്. നമ്മളെ എവിടെ വോട്ട്? കാസർഗോഡ്. വോട്ട് ഉണ്ടോ? വോട്ടായിട്ടില്ല. ഇവിടെ പഠിക്കുകയാണോ അതോ ശ്രദ്ധിക്കാറുണ്ടോ രാഷ്ട്രീയമൊക്കെ? പഞ്ചായത്ത് ഇലക്ഷൻ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഏജൻസികൾ അങ്ങനെയാണ്. എന്തിനാ ഇപ്പൊ എന്തുണ്ടായാലും സെയിം അല്ലേ സംഭവിക്കാൻ പോണം, പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ അങ്ങനെ പറയുന്നത്? അതങ്ങനെയാണ്. അല്ല, എന്ന് വെച്ചാൽ ഇവര് ആർക്ക് വോട്ട് ചെയ്താലും ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. അതോ അങ്ങനൊന്നുമില്ല, എനിക്കിതിലൊന്നും അഭിപ്രായമില്ല, ഞാൻ ഇത് ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കാറില്ല രാഷ്ട്രീയവും ഈ നാട്ടിലാരാ ഭരിക്കുന്നത് അങ്ങനെ കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. അതെന്താ അങ്ങനെ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാം. നമ്മളാരും നോക്കി നടന്നാ പോരെ. നമ്മുടെ കാര്യം പറഞ്ഞാൽ പഠിത്തം മാത്രം. പഠിത്തവും ജോബും കാര്യങ്ങളും നോക്കി നടന്നാ മതി. എന്റേത് അങ്ങനെയാണ്. ബാക്കി ചുറ്റുപാട്ട് നടക്കുന്നൊന്നും നമ്മൾ അറിയണമെന്നില്ല. ഇപ്പൊ ആര് വന്നാലും ഒരേപോലെ ഉണ്ടാവുക, അതങ്ങനെ ഇരിക്കട്ടെ. കാസർഗോഡ് അത് തന്നെയാണ് അവസ്ഥ? കാസർഗോഡ് കുഴപ്പമില്ല, നല്ല രീതിക്ക് പോകുന്നുണ്ട്. അത്യാവശ്യം സർക്കാർ നല്ലോണം നോക്കുന്നുണ്ട്. വോട്ടവകാശം ആയിട്ടില്ല അതോ? ആയിണ്ട്, ഞാൻ എടുത്തിട്ടില്ല. ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യണം തോന്നില്ല. അപ്പൊ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വിളിക്കില്ലേ ചെയ്യാൻ? അപ്പൊ എന്താ പറയാ? ചെയ്യാറില്ല. ചെയ്യണം തോന്നിയില്ല, ഇതുവരെ എടുക്കാനും തോന്നിയില്ല. അതായത് വോട്ടർ ID എടുക്കണം തോന്നിയിട്ടില്ല. ഇപ്പൊ മാറ്റം വരാൻ ഉടനെ സാധ്യതയില്ലായിരിക്കും. ഇല്ല. അങ്ങനെയാണ്, പുതിയ തലമുറയാണ്. അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമേ ഇല്ലെന്നാണ് പറയുന്നത്. എന്തിനു വോട്ട് ചെയ്യണം എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്. വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ മെയിനായിട്ട് വോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷനിലെ വോട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കുള്ള വോട്ടാണ്. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഈ പഞ്ചായത്ത് ഇലക്ഷൻ, കോർപ്പറേഷൻ ഇലക്ഷൻ വ്യക്തികൾക്കുള്ള വോട്ടാണ്. വ്യക്തികൾ നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം എന്തായാലും വോട്ട് ചെയ്തേ പറ്റൂ. 2002 വോട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അന്തമാൻ നിക്കോബാറിലോ അവിടെയും കൊണ്ടുപോയിടും എന്നൊക്കെയാണ് പറയുന്നത്. ഏതെങ്കിലും ഗോഡൌണിലൊക്കെ ഒന്നായിട്ട് കൊണ്ടുപോയിടും. ഇവിടെ നമുക്ക് പൗരത്വം നഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വ്യക്തികൾക്കുള്ള വോട്ടാണ് ഇത്തവണ ചെയ്യുന്നത്, അല്ലാണ്ട് പാർട്ടി നോക്കിയിട്ടല്ല. ഇപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ LDF വർക്ക് ചെയ്യുന്നുണ്ട്, UDF നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളുടേതായ ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മൾ വ്യക്തികൾക്ക് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. സ്ഥലം ഇവിടെ കോഴിക്കോട് തന്നെയാണ്, കോഴിക്കോട് സൗത്തിലാണ്. 2ാം നിയോജകമണ്ഡലത്തിൽ ഇത് കോർപ്പറേഷനും അറിയാൻ ചാൻസ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. കോർപ്പറേഷൻ 75 വാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാക്കി പിടിച്ചിട്ട് ഇവിടെ 60ാം വാർഡ് എന്ന് പറഞ്ഞാൽ വലിയങ്ങാടി വാർഡ് തന്നെ എടുത്ത് മാറ്റി. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് വേണ്ടി അതൊക്കെ അങ്ങോട്ടും കഴിഞ്ഞിട്ട് ഇവിടെ കോർപ്പറേഷൻ അറിയാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. കോർപ്പറേഷൻ 40-42 കൊല്ലമായി കോർപ്പറേഷൻ അവരുടെ കയ്യിലാണ്. ആരുടെ കയ്യിലാണെങ്കിലും ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കണം. പക്ഷെ ഭരണം മാറാനുള്ള ചാൻസുകളാണ് ഇവിടെ ഇപ്പോൾ കുറെ ഇതിൽ ഞങ്ങളിപ്പോൾ കാണുന്ന ഓരോ സ്ഥാനാർത്ഥികളും മറ്റും മറിച്ചുകളിലൊക്കെ നോക്കിയിട്ട് കാണുന്നത്. ചാൻസ് ഉണ്ട്. അറിയോ ചേട്ടാ, ഇത്തവണ ഭരണം അറിയോ കോഴിക്കോട്? എന്താ അറിയാതെ? നല്ല ഭരണം. LDFനെ പറ്റി എന്താ പറയാനുള്ളത്? അവരെ പറ്റിയിട്ട് ഒന്നും എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഒന്നും പറയാനില്ല. എതിര് പറയാനൊന്നുമില്ല. ഒരിക്കലും എതിര് പറയാ. LDFനെ പറ്റി ഞങ്ങൾ എങ്ങനെ എതിര് പറയാ?
മേയറൊക്കെ നല്ല മേയറാണ് അല്ലേ? മേയറൊക്കെ കൊള്ളാവോ? ഒരു മേയറാരാണ് ചെയ്യുന്നത്? LDF ഭരണം ഇപ്പോൾ ക്ലിയർ ഭരണം. എന്റെ അഭിപ്രായത്തിൽ ഇതിൽ നല്ലൊരു ഭരണം ഇവിടെ വരില്ല, ഭരിക്കാൻ കഴിയില്ല ആർക്കും. കണ്ടോടത്തോളം ഞാനിപ്പോൾ കുറെ കൊല്ലായില്ലേ ഇവിടെ, 76 വയസ്സ് കഴിഞ്ഞ്. എന്റെ അഭിപ്രായത്തിൽ ഈ ഭരണമാണ് ഇപ്പം 10 കൊല്ലായിരം ഇപ്പോൾ ഒരു ഭരിക്കുന്നത്, 10 കൊല്ലായിരം. അപ്പോൾ ഒരു തന്നെ ഭരിക്കട്ടെ എന്ന് എന്റെ അഭിപ്രായം. ഞാൻ ആദ്യം മുതൽക്ക് LDF അനുകൂലമുള്ള ആളാണ്, എങ്കിലും ഭരിച്ചാൽ അവർ തന്നെ ഭരിച്ചാൽ മതി. ഒരു ഭരിച്ചാൽ ഇപ്പം എന്താ ഒരു തകരാറുണ്ട് നിങ്ങൾ ഭരണത്തിന്, ഓരോ ഭരണത്തിന് ഞാനൊരു തകരാറും കാണുന്നില്ല. പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശബരിമല സ്വർണത്തിന്റെ കാര്യമൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ഓരോരുത്തർ ഒരാളും എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ എല്ലാവരും കള്ളന്മാരാകുമോ? അതിപ്പോ നിന്റെ കുട്ടി എന്താ ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ തെറ്റ് ചെയ്തു, അതൊക്കെ പലതും അതൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല. അത് ചെയ്തിരിക്കുന്നത് ഞാൻ പറയാൻ തയ്യാറില്ല. എങ്ങനെയാണ് ചേട്ടാ ഇത്തവണ എങ്ങനെ അവസാനിക്കും കോർപ്പറേഷൻ? 45 കൊല്ലം കഴിഞ്ഞ് LDF എന്റെ പഞ്ചായത്തില്, എന്റെ നാട്ടില് പഞ്ചായത്തില് ഒരു LDF ആണ് കുറെ കൊല്ലായിട്ട്, 10-6 കൊല്ലം. എവിടാ സ്ഥലം? എവിടാ? തെരക്കാലത്ത് പുറക്കാട്ടി. അപ്പൊ ഇത്തവണ എന്ത് സംഭവിക്കും അവിടെ? ഇത്തവണ LDF തന്നെ ആയിരിക്കാൻ സാധ്യതയാണ്. അതാണ്. എന്താ തോന്നുന്നു? നമസ്കാരം. ഇപ്പോഴത്തെ പിണറായിന്റെ ഭരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അടുത്ത വർഷം തന്നെ അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരും. പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിലും LDF തന്നെ വരാനാണ്. എവിടെ സ്ഥലം? എവിടാണ്? ഞാൻ കുറ്റ്യാടി പഞ്ചായത്ത്. LDF ആണ് ഭരിക്കുന്നത്. അവിടെ ടൈറ്റാണ് മത്സരം. വീണ്ടും LDF തന്നെ വരും. കോർപ്പറേഷനിലും കോഴിക്കോട് LDF തന്നെ വരാനാണ് സാധ്യത. കോഴിക്കോട് ഒരു സാഹചര്യമൊക്കെ എങ്ങനെയുണ്ട്? മെച്ചപ്പെടുന്നുണ്ടോ? കോഴിക്കോട് മെച്ചപ്പെടുന്നുണ്ട്. കോഴിക്കോട് UDF ഭയങ്കര തമ്മിലടിയാണ്, കോൺഗ്രസ്സുകാർ തമ്മിലത്തെ അടിയാണ്. VM വിനുവിന് സീറ്റ് കൊടുത്തു, ഇല്ലെന്ന് പറഞ്ഞു, പിന്നെ പേരില്ല. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ലീഗുമായിട്ട് ഭയങ്കര തെറ്റിലാണുള്ളത്. അതുകൊണ്ട് അതൊക്കെ മുതലുണ്ട് തെറ്റ്. LDF വീണ്ടും പൂർവാധികം കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും കൂടുതൽ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. എവിടെ? കോഴിക്കോട് ചെറുവറ്റ. എങ്ങനെയുണ്ട് അവിടെ ഇലക്ഷന്റെ ആവേശമൊക്കെ എങ്ങനെയുണ്ട്? നല്ലത് പരിപാടി. നല്ല ആവേശമാണ്. എങ്ങനെ ഈ വ്യക്തികളെ നോക്കിയാണോ രാഷ്ട്രീയം നോക്കിയാണോ വോട്ട് ചെയ്യുന്നത് പഞ്ചായത്തില്? രാഷ്ട്രീയം നോക്കിയാ അവിടെ ആര് ജയിക്കും? കോൺഗ്രസ് ജയിക്കും. എന്തായാലും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ആളുകൾ പറയുന്നത്. ഇവർക്ക് UDF ജയിക്കുന്ന എന്ന് പറയുന്നവരുണ്ട്, LDF ജയിക്കുന്നവർ പറയുന്നുണ്ട്. നഗരത്തിന് വികസനം പോരാ എന്ന് പറയുന്നുണ്ട്, നഗര വികസനം കൃത്യമായി നടക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും അവരുടെ വോട്ടുകൾ എല്ലാവരും കൃത്യമായി വിനിയോഗിക്കുമെന്ന് പറയുന്നു. എന്നാൽ വിനിയോഗിക്കാതിരിക്കുന്ന ചില ജെൻസി വോട്ടർമാരെയും നമ്മൾ കണ്ടു.